ആകാശമായിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ചുമ്മാ താമസിക്കാനുള്ളൂ നേരത്തെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ഉള്ള കാര്യം പറയാൻ പാടില്ല വാസത്തിൽ. ഞാൻ പറഞ്ഞു എനിക്ക് ഇലയുടെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതങ്ങനെ കഴിഞ്ഞു. പിന്നീട് ഒരിക്കൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തിരുമേനി എനിക്ക് ഇല്ലൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, കാരണം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എഴുതണമെന്നുണ്ട്, അപ്പോൾ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി താഴെയൊക്കെ കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ടുപോയി ഒക്കെ കാണിച്ചൊക്കെ തിരിച്ചു വന്ന് അവിടുത്തെ ഡൈനിങ് ഹാളിൽ വന്നിട്ട് പറഞ്ഞു രാധാകൃഷ്ണൻ ഇരിക്കുക, ഇത് എനിക്ക് ഇലയുടെ ഇത് ആദ്യം പറഞ്ഞ സന്ദർഭം വേറെ, പിന്നീട് ഒരു 1-2 വർഷം കഴിഞ്ഞാണ് ഇത് എന്നെപ്പോലെ ഏറ്റവും അകന്നു നിൽക്കുന്ന ഏറ്റവും വിദൂരത്ത് നിൽക്കുന്ന ഒരാളോട് കാണിച്ച പരിഗണനയും സ്നേഹവുമാണ്. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ അതൊക്കെ ആ വ്യക്തിത്വത്തിൻ്റെ ഓരോ സവിശേഷതകളാണ്. ഒരു വളരെ എളിയ നിലയിൽ തുടങ്ങി വളരെ വലിയ നിലയിൽ എത്തുമ്പോഴും ഔഷധ നിർമ്മാണത്തിലും ചികിത്സയിലുമുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒരു 1993 എനിക്ക് തോന്നുന്നു, ബഹുമാനായ ഈ സ്മര്യപുരുഷൻ നാരായണ മൂസിന് ആദ്യമായിട്ടൊരു പുരസ്കാരം നൽകാനുള്ള സൗഭാഗ്യവും അനുഗ്രഹവും എനിക്കാണ് ലഭിച്ചത്. ഇവിടെ ആയുർവേദ കോളേജിൽ വെച്ച് അക്ഷയ നാഷണൽ അവാർഡ് അന്നൊരു ഗവർണർ ജേക്കബ് സാറ്, മേഘാലയ ഗവർണറായ ജേക്കബ് സാറാണ് വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പാലായിൽ വരാൻ പറ്റിയില്ല. പക്ഷെ മഹാകവി അക്കിത്തമായിരുന്നു ഉണ്ടായിരുന്നു. അക്കിത്തമാണ് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്തത്. അന്ന് നമ്മുടെ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് എന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കൊടുത്തു. അതുപോലെ നമ്മുടെ വാസ്തുവിദ്യാവിധത്തിൽ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ കൊടുത്തു. ഇതൊക്കെ സംഭവിച്ചു. പക്ഷേ തൈക്കാട് മൂസിനും കാണിപ്പയ്യൂരിനും ഒന്നും പുരസ്കാരം കൊടുക്കാൻ തക്ക ശേഷിയുള്ളതല്ല. പക്ഷേ വലിയ മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആദരവാണ് അതിൻ്റെ വലിപ്പം എന്ന് മനസ്സിലാക്കുന്ന അടുത്ത വർഷം അധികം താമസിച്ചില്ല, ഉടനെ തന്നെ വാജ്പേയിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം ദേശീയ സംസ്കൃത പ്രതിഷ്ഠാന്റെ വലിയൊരു പുരസ്കാരം നേടി. തൊട്ടു പുറകെ പത്മഭൂഷണം അദ്ദേഹത്തിന് കിട്ടി. ഇതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ചെറുതാണ്. 1921 സാക്ഷാൽ മദ്രാസ് വൈസ്രോയി മദ്രാസിലിരുന്നിട്ട് ഈ ഇളയടത്ത് ഇത്തിരവി മുസ്ലിമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അദ്ദേഹത്തിന് ഈ വൈദ്യരത്നം ബിരുദം കൊടുക്കാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു മദ്രാസിലേക്ക്. ഇന്നിപ്പോൾ ക്ഷണിക്കണ്ട, ഒരു പുരസ്കാരം ഉണ്ടെന്നറിഞ്ഞാൽ ഉടനെ പിൻവാതിലിൽ പോയി കാത്തു നിൽക്കുന്ന കാലമാണിത്. അന്ന് ഏറ്റവും വലിയ വൈസ്രോയിയുടെ പുരസ്കാരത്തിന് വേണ്ടി, അതാണ് വൈദ്യരത്നം. സാക്ഷാൽ കിരീടം വൈദ്യരത്നം അല്ല കേട്ടോ, വൈദ്യരത്നം അല്ല കിരീടം തൈക്കാട്ടുകളേതാ. മറ്റതും രണ്ടാമത് കിട്ടിയ മേൽമുണ്ടാണ് 1921. അന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഏറ്റവും പ്രയോറിറ്റി എൻ്റെ രോഗിയാണ്, എനിക്ക് ചികിത്സയാണ്, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, ഈ പുരസ്കാരം വാങ്ങാൻ അവിടം വരെ വരാൻ എനിക്ക് അസൗകര്യമുണ്ട് എന്ന്. വൈസ്രോയി അത്രയും വലിയുള്ള ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ശരി. അദ്ദേഹം തൃശ്ശൂർ CMS സ്കൂളിൽ വന്നു, മൂസിനെ ക്ഷണിച്ചു. അവിടെ വെച്ചാണ് ഈ വൈദ്യരത്നം പുരസ്കാരം നൽകുന്നത്. ഏതാണ്ട് 3 വർഷം കഴിഞ്ഞു. 1921 ഈ സംഭവം, ജൂൺ 24. അപ്പോൾ ഈ മഹാപാരമ്പര്യത്തിൻ്റെ ആ പൂമുഖത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും രോഗികൾ ഇന്നും കാത്തു നിൽക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത്, ഒരു കാര്യം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് നേരം ഈ ഒരു കാര്യം കൂടി തീർക്കാൻ പോവാണ്. ഞാൻ തിരുമേനോട് ചോദിച്ചു, അങ്ങേക്ക് 2 ആൺമക്കളാണല്ലോ, രണ്ടാമത്തെ ആളെ കണ്ടിട്ടുണ്ടോ തിരുമേനി? ഒരാള്